പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഓരോ ആഴ്ചയും എത്ര വേഗത്തിലാണ് പോകുന്നത് അല്ലേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 11:26. എന്നോട് വചനം പറയാണ്, ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവേ, സർവവും അങ്ങയുടേതാണ്, അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവേ, സർവവും അങ്ങയുടേതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എനിക്ക് പെട്ടെന്ന് ഈ വചനം ഒന്ന് ധ്യാനിച്ചപ്പോൾ എനിക്ക് അധികം പരിചയമുള്ളതല്ലെന്ന് വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ വലിയൊരു ധ്യാനം നടത്തിയിട്ടില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കുകയായിരുന്നു, സർവവും അങ്ങയുടേതാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലെ എനിക്കൊരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ചില വ്യക്തിത്വങ്ങളുണ്ടാകാം അല്ലേ. എനിക്ക് ഒരിക്കലും അവരെ അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് അതുപോലെ എന്നെ ശരിക്ക് നാണം കെടുത്തിയവർ, എന്നെ ശിഥിലീകരിച്ചവർ, അങ്ങനെ കുറേ പേര് ഒരു പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാകാം. പക്ഷേ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്, അവരും യേശുവിൻ്റേതാണ്. ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ, സർവവും അങ്ങയുടേതാണ്. അപ്പോൾ എല്ലാ മക്കളും എല്ലാം കർത്താവിൻ്റേതാണ്. എന്നിട്ട് പറയാണ്, അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. അപ്പോൾ കർത്താവ് അവരോട് ദയ കാണിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യം എല്ലാവരോടും ദയ കാണിക്കുന്ന കാരുണ്യമാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ വഴക്കൊക്കെ പറയേണ്ടി വരും, ചിലപ്പോൾ അത് ഒരു ശാസനയൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, എന്ന് ശാസനയും അല്ലെങ്കിൽ വഴക്ക് പറച്ചിലും എന്ന് നമ്മുടെ ജീവിതത്തിൽ അത് വെറുപ്പിലേക്ക് ട്രാൻസ്ഫോം ചെയ്തോ, അന്ന് നമ്മുടെ കൃപ പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ വഴക്കൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആത്മശോധന ചെയ്യും. വഴക്ക് പറയേണ്ട വ്യക്തികൾ ആത്മശോധന ചെയ്യേണ്ടത് അത് വെറുപ്പിലേക്ക് ഇത് മാറി. കാരണം ഈ വഴക്ക് പറച്ചിൽ വെറുപ്പിലേക്ക് മാറാനായിട്ട് ചെറിയൊരു ടേൺ മതി, നേരെ വെറുപ്പിലേക്ക് പോകും. ഇന്ന് അനേകരുടെ മുഖത്ത് പ്രസാദം പോയിട്ടുള്ളതിൻ്റെ കാരണം ഈ വഴക്ക് പറച്ചിൽ, അനീതി കണ്ടിട്ടാണ് ഒരു വഴക്ക് പറഞ്ഞത്, പക്ഷേ ഈ വഴക്ക് പറച്ചിൽ വെറുപ്പിലേക്ക് പോയി എന്നുള്ളതാണ്. വഴക്ക്, വെറുപ്പ്, ഇത് രണ്ടും നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പാളം തട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളൊന്ന് ആത്മശോധന ചെയ്യാം. ചില വ്യക്തികളോടൊക്കെ കഠിനമായ വെറുപ്പുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർ ചെയ്ത ചില അനീതികളായിരിക്കാം. പക്ഷേ നമ്മളതിനെയൊക്കെ ഓർത്ത് ശരിക്കും അത് വെറുപ്പിൻ്റെ മേഖലയിലേക്ക് പോയാൽ നമ്മുടെ കൃപ നഷ്ടപ്പെടും, നമുക്ക് യേശുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും, പ്രാർത്ഥന അരോചകമാകും. അച്ഛൻ്റെ അടുത്ത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ അത്രയൊന്നും വചനം പറയേണ്ട അച്ഛാ, അല്ലെങ്കിൽ അത്രയും സമയത്ത് ബലി അർപ്പിക്കേണ്ട അച്ഛാ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ അങ്ങനെ കുറച്ചേരൊക്കെ അവരോട് സ്നേഹപൂർവ്വം സംസാരിച്ച് വരുമ്പോൾ ആദ്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, അവർക്ക് എവിടെയൊക്കെയോ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നു. പിന്നെ ഇതെല്ലാം നാമമാത്രമായിട്ട് പണ്ട് മുതലേ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ചിലവർ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു എന്ന്, അതൊക്കെ നാമമാത്രമായിട്ടൊക്കെ നടക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്ക് വേര് വെട്ടിമാറ്റപ്പെടും, ജീർണത കയറി. നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ശുശ്രൂഷകളോടൊക്കെ ഒരു ജീർണത വന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. യേശുക്രിസ്തു ഈ ഒരു ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനമാക്കി മാറ്റട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും.